ആവശ്യം വന്നാൽ പലരും ആശ്രയിക്കുന്ന ഒരു മാർഗമാണ് സ്വർണം പണയം വെക്കുന്നത്. പക്ഷേ ഇനി സ്വർണം പണയം വെക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സ്വർണ്ണ പണയ വായ്പകൾ നൽകുന്നതിൽ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ചില പൊതുവായ നിയമങ്ങൾ വരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണയ വായ്പകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന കരട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സ്വർണ്ണ വായ്പകൾ നൽകുന്നതിന് ഏകീകൃത നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപിക്കുകയാണ് കരട് മാർഗനിർദ്ദേശങ്ങളുടെ ലക്ഷ്യം. സ്വർണ്ണപ്പണയം വയ്ക്കുന്നവരെ സംരക്ഷിക്കുന്നതിനും വായ്പാ നടപടിക്രമങ്ങൾ സുതാര്യമാക്കുന്നതിനും ചിട്ടപ്പെടുത്തുന്നതിനുമാണ് RBI പുതിയ കരട് നിർദ്ദേശം അവതരിപ്പിച്ചതെങ്കിലും പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളും അതോടൊപ്പമുണ്ട്. അതായത് ഇനി മുതൽ ബാങ്കുകൾക്കും സ്വർണ്ണപ്പണയ വായ്പാ സ്ഥാപനങ്ങൾക്കും സ്വന്തം നിലയിൽ വായ്പ നൽകുന്നതിന് പരിമിതിയുണ്ടാകും. വായ്പാ തുക കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങളും മാറും. നിലവിൽ ഈടുവയ്ക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 75% വായ്പ നൽകാവൂ എന്ന RBI നിർദ്ദേശമുണ്ട്. പല ബാങ്കുകൾ ഇത് പാലിച്ചിരുന്നെങ്കിലും സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങൾ കൂടുതൽ തുക വായ്പ നൽകുന്ന പ്രവണതയുണ്ട്. എന്നാൽ LTV 75% എന്നത് RBI കർശനമാക്കുകയാണ്. ഇടപാടുകാരുടെ ആവശ്യമനുസരിച്ച് പണയത്തുക നൽകുന്ന രീതിക്ക് ഇത് കടിഞ്ഞാണിടുമെന്നാണ് കരുതുന്നത്. അതുപോലെ എല്ലാ മാസവും വായ്പയുടെ പലിശ അടയ്ക്കണമെന്നത് നിർബന്ധമാക്കുന്നതും വായ്പ എടുത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനിടയുണ്ട്. പലപ്പോഴും വായ്പയുടെ കാലാവധി എത്തുമ്പോൾ മുതലും പലിശയും എല്ലാം ഒരുമിച്ചടിക്കുന്ന രീതിയായിരുന്നു സ്വർണ്ണ വായ്പയുടെ കാര്യത്തിലുള്ളത്. RBI നിർദ്ദേശിച്ചിരിക്കുന്ന പ്രധാന മാറ്റം 20,000 രൂപയുടെ വായ്പാ തുകയെ പണമായി കൈമാറാനാകൂ എന്നതാണ്. അതിൽ കൂടുതലാണ് വായ്പാ തുകയെങ്കിൽ വായ്പാ സ്ഥാപനങ്ങൾ ഇടപാടുകാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം എന്നാണ് പുതിയ നിർദ്ദേശത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ അടിയന്തര ആവശ്യത്തിന് സ്വർണ്ണ വായ്പ എടുക്കുക എന്ന സൗകര്യം തന്നെ അപ്രസക്തമായേക്കാം. സ്വർണ്ണ വായ്പ നടത്തിപ്പിനായി ബാങ്കുകൾ ഫിൻടെക്കുകളുമായി ചേർന്നാണ് വാതിൽപ്പടി സ്വർണ്ണ വായ്പ സൗകര്യം ലഭ്യമാക്കാറുള്ളത്. ഈ രീതിയിൽ അതത് ദിവസം ബാങ്കിന് കൈമാറുന്നത് വരെ സ്വർണ്ണ ഉരുപ്പടി ഈ ഫിൻടെക്കുകൾ സൂക്ഷിക്കാറാണ് പതിവ്. ഇനി മുതൽ അത്തരം പണയ ഉരുപ്പടി ബാങ്ക് നേരിട്ട് കൈവശം വെക്കണമെന്ന നിർദ്ദേശവും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വർണ്ണ പണയ വായ്പകൾ രണ്ട് തരത്തിൽ തിരിച്ചിരിക്കുന്നു. ഒന്ന് ഉപഭോഗ ആവശ്യത്തിനുള്ളത്, മറ്റൊന്ന് ബിസിനസ് ആവശ്യത്തിനുള്ളത്. ഉപഭോഗ ആവശ്യത്തിന് നൽകുന്ന വായ്പയുടെ പരമാവധി കാലാവധി 12 മാസമാണ്. ഒരാളുടെ കയ്യിൽ നിന്നും പണയമായി സ്വീകരിക്കാവുന്ന പരമാവധി സ്വർണം 1 കിലോ ആണ്. സ്വർണ്ണപ്പണയം നിലനിൽക്കുന്ന കാലം അത്രയും വായ്പാ തുക മുതലും പലിശയും സഹിതം 75% LTV പാലിക്കണം. പണയ ഇടപാടുകാർ സ്വർണത്തിന്റെ ഉടമസ്ഥത വ്യക്തമാക്കണം. അതിനുള്ള രേഖകളില്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ ഡിക്ലറേഷൻ നൽകണം. ഇത് രണ്ടും വ്യക്തമല്ലെങ്കിൽ സംശയകരമാണെന്ന് കരുതി വായ്പ നൽകേണ്ടതില്ലെന്നാണ് RBI പറയുന്നത്. വായ്പാ തുക എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന് മാത്രം ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. ഉപഭോഗ ആവശ്യത്തിനുള്ള വായ്പയാണെങ്കിൽ കുറഞ്ഞ വായ്പകളുടെ കാര്യത്തിൽ ഇതിൽ ചില ഇളവുകളാകാം. സ്വർണത്തിന്റെ പരിശുദ്ധി, അതിന്റെ ചിത്രം എന്നിവയെല്ലാം അടക്കമുള്ള വിവരങ്ങൾ സൂക്ഷിക്കണം. കരാർ പ്രകാരം ഈടാക്കുന്ന ചാർജുകൾ, ലേല നടപടികൾ, റീപേയ്മെന്റ് കാലാവധി, ലേല അറിയിപ്പ് തുടങ്ങിയ വിവരങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കണം. ഉയർന്ന മേന്മയുള്ള ആഭരണങ്ങളും നാണയവും ഈടായി സ്വീകരിക്കണം. 1 കിലോ വരെ ആഭരണങ്ങൾ ഈടുവയ്ക്കാം. സ്വർണത്തിനു പുറമെ 925 പരിശുദ്ധിയുള്ള വെള്ളിയും ഈടായി നൽകാനാകും. തിരിച്ചടവിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ ഉരുപ്പടി മടക്കി നൽകിയില്ലെങ്കിൽ പ്രതിദിനം 5000 രൂപ എന്ന നിരക്കിൽ ഇടപാടുകാരന് പിഴ നൽകണം. ഇതൊക്കെയാണ് RBIയുടെ പുതിയ നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങൾ ബാങ്കുകൾക്ക് എന്ന വിധം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഒരേപോലെ ബാധകമാണ്. സ്വർണ്ണപ്പണയ വായ്പാ രംഗത്ത് പൊതുവായ നയങ്ങളും രീതികളും കൊണ്ടുവരാനും സ്വർണ്ണപ്പണയ വായ്പയിൽ വന്നേക്കാവുന്ന ക്രെഡിറ്റ് റിസ്കുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ മെച്ചപ്പെട്ട നിയന്ത്രണവും സുതാര്യതയും കൊണ്ടുവരാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഈ പുതുക്കിയ കരട് നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട വ്യവസായ മേഖലയിൽ നിന്നും ലഭിക്കുന്ന അഭിപ്രായങ്ങൾ കൂടി പരിശോധിച്ച് ഉടനെ ഈ നിർദ്ദേശങ്ങൾ നിബന്ധനകളായി വരും. ഇതോടെ സ്വർണ്ണ വായ്പയുടെ വളർച്ച തൽക്കാലത്തേക്കെങ്കിലും മന്ദഗതിയിലാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബുള്ളറ്റ് വായ്പകൾ കാലാവധി കഴിയുന്ന സമയത്ത് മുതലും പലിശയും ചേർത്തുള്ള LTV കർശനമായി നിലനിർത്തണമെന്നതും സ്വർണ്ണാഭരണങ്ങളുടെ ചിത്രമടക്കമുള്ള സർട്ടിഫിക്കറ്റ് വായ്പ നൽകുന്ന സമയം ഇടപാടുകാർക്ക് നൽകണം എന്നതും വായ്പ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകണം എന്നതും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സ്വർണ്ണ വായ്പയുടെ മാനേജ്മെന്റ് കൂടുതൽ ശ്രമകരമാക്കും. ബാങ്കുകൾ ഇക്കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കുറെയൊക്കെ പാലിച്ചു പോരുന്നതിനാൽ പുതിയ നിർദ്ദേശങ്ങൾ ബാങ്കുകളെ കാര്യമായി ബാധിക്കില്ല. എന്നാൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ വെല്ലുവിളികൾ ഉയർത്താനിടയുണ്ട്. വർദ്ധിച്ച പ്രവർത്തന ചിലവ് സ്വർണ്ണ വായ്പയുടെ പലിശ നിരക്ക് കൂടുവാൻ ഇടയാക്കും. LTVയിലുള്ള നിയന്ത്രണങ്ങൾ സ്വർണത്തിന്റെ തൂക്കത്തിന് നേരത്തെ ലഭിച്ചിരുന്ന തുക കുറയ്ക്കും. വായ്പ ലഭിക്കുവാനുള്ള എളുപ്പം കൊണ്ടും മറ്റു സാധാരണക്കാർ ബാങ്കുകളെക്കാൾ ഒരുപക്ഷെ ആശ്രയിച്ചിരുന്നത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെയാണ്. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നത് കൂടുതൽ ശ്രമകരമാകും എന്നാണ് റിപ്പോർട്ടുകൾ.